ഹലോ, എല്ലാവരും ദീപാവലിയൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ? ഞാൻ ദീപാവലിക്ക് ചെറിയൊരു സ്വീറ്റ് ഉണ്ടാക്കി കേട്ടോ. എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ സംഭവം അറിയാം, ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗുലാബ് ജാം. ഇതെങ്ങനെ എന്താണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പക്ഷേ ഇത് മിക്സ് ഉപയോഗിച്ചിട്ട് ചെയ്തതൊന്നുമല്ല, പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. പാൽപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും, അതുകൊണ്ട് കുറച്ച് ഹാർഡാണ്, സോഫ്റ്റ് ആയിട്ടില്ല. എന്നാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മൾ മിക്സ് ഉപയോഗിച്ച് ചെയ്യണ അത്ര നന്നായി വന്നിട്ടില്ല, ഹാർഡാണ്. ഇത് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്, കടിച്ചാൽ പൊട്ടാത്ത പോലെയല്ല. പക്ഷെ ശരിക്കുള്ള ഗുലാബ് ജാമിൻ്റെ ആ ഒരു ജ്യൂസി എന്തായാലും പറയാം, അങ്ങനെ വന്നിട്ടില്ല. നാവിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെ അങ്ങ് വന്നാലാണ് ടേസ്റ്റ്. അപ്പം ഞാനിത് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടാക്കിയതും ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനിതിൻ്റെ താഴെ കൊടുക്കാം, വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ശരി, എൻ്റെ ദീപാവലി സ്വീറ്റ് പാളിപ്പോയി ഗൈസ്. സാരമില്ല, നമ്മൾ തന്നെ കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. മധുരമല്ലേ, ശർക്കര കൂട്ടിയ കമ്പിളിയും തിന്നാന്ന് അമ്മ എപ്പോഴും പറയും. അതുപോലെ മധുരം കൂട്ടി എന്തും കഴിക്കാം. അപ്പോൾ ശരി, ഞാൻ മിക്സ് വാങ്ങിയിട്ട് നല്ല അടിപൊളി ഗുലാബ് ജാമായിട്ട് പിന്നെ വരാം കേട്ടോ. പിന്നെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ദീപാവലി കഴിഞ്ഞു, എന്നാലും ഒരു ദീപാവലി ആശംസകൾ. ഓക്കെ.